നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി. റിമാൻഡ് ചെയ്തു എന്ന വാർത്ത അല്ലെങ്കിൽ കോടതി തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അദ്ദേഹം പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നു. അവിടെ നിന്ന് ഒരു മുറിയിലേക്ക് വിശ്രമത്തിനായി മാറ്റിയിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പസമയത്തിനകം തന്നെ കോടതിക്ക് പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരും. ജില്ലാ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് സബ് ജയിലിലേക്ക് മാറ്റും എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. പക്ഷേ അത് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി എന്ത് വേണം എന്നത് തീരുമാനിക്കുക. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസിനെ കാണാം. ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം തന്നെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുതിർന്ന അഭിഭാഷകനെ ജാമ്യം ലഭിക്കാൻ അല്ലെങ്കിൽ ജാമ്യത്തിന് വേണ്ടി വാദിക്കാൻ ഏൽപ്പിച്ച ആത്മവിശ്വാസത്തിൽ കോടതിക്ക് ഉള്ളിലേക്ക് പോയ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജാമ്യം നിഷേധിച്ചു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് രക്തസമ്മർദ്ദം ഉയർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നത്. അവിടെ നിന്ന് ആ ഒരു മുറിയിലേക്ക് വിശ്രമിക്കാനായി മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ 40 മിനിറ്റോളം പിന്നിടുകയാണ്. അതിനുശേഷം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു ബോബി ചെമ്മണ്ണൂരിനെ എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കിട്ടിയ സമയങ്ങളിൽ എന്താണ്, കുറ്റബോധമുണ്ടോ, തെറ്റു ചെയ്തു എന്ന കാര്യം തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് തികച്ചും അഹങ്കാരത്തോടെയുള്ള ധാർഷ്ട്യത്തോടെയുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് തളർന്നിരിക്കുകയാണ്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് അഴിക്കുള്ളിൽ പ്രതിക്കൂട്ടിൽ തളർന്നിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വിശ്രമ മുറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുന്നു. വൈദ്യപരിശോധനയ്ക്കായിരിക്കും ആദ്യം എത്തിക്കുക. അത് ജില്ലാ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി ഉണ്ടോ? ഡാനി, ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണോ? ഡാനി പോളിലേക്ക് വരാം, നമുക്ക് കാണാം. അതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിക്ക് പുറത്തെത്തിക്കും. ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന വൈദ്യപരിശോധന പൂർത്തിയാക്കാനായിരിക്കും ഉദ്യോഗസ്ഥർ ആദ്യം ശ്രമിക്കുക. അതിനുശേഷമാകും തുടർ നടപടികൾ തീരുമാനിക്കുക. സബ് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ ജില്ലാ ജയിലാണോ സബ് ജയിലാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ സബ് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. പ്രതിഭാഗം അഭിഭാഷകനും അക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ജാമ്യം നിഷേധിച്ചു ബോബി ചെമ്മണ്ണൂരിന്. സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്, വിദേശത്തേക്ക് കടന്നേക്കാം തുടങ്ങിയ ആശങ്കകൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. കോടതി അത് മുഖവിലക്കെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. നടി നൽകിയ രഹസ്യമൊഴി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജാമ്യം നിഷേധിക്കുകയായിരുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2. ജാമ്യം ലഭിക്കില്ല എന്ന് അറിഞ്ഞ സമയത്താണ് ബോബി ചെമ്മണ്ണൂരിന് രക്തസമ്മർദ്ദം ഉയർന്നത്. നേരത്തെയും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂർ പ്രതിക്കൂട്ടിൽ തളർന്നിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് മുറിയിലേക്ക് മാറ്റി വിശ്രമിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ ആ സമയം കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. വൈദ്യപരിശോധന നടത്തും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ പോലീസുകാരൊക്കെ സജ്ജരായിരിക്കുന്നു. ഉടൻ തന്നെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ വലിയ ആത്മവിശ്വാസം നടി തന്നെ സൂചിപ്പിച്ചു. പണത്തിന്റെ ഹുങ്കിൽ, അതിന്റെ അഹങ്കാരമാണ് താങ്കൾ നടത്തുന്നത്, അതിനെതിരെ താൻ നിയമ പോരാട്ടം നടത്തും എന്നതായിരുന്നു നടി സൂചിപ്പിച്ചത്. അപ്പോൾ പണത്തിന്റെ ഹുങ്ക് എന്ന് നടി തന്നെ സൂചിപ്പിച്ച രീതിയിൽ മാധ്യമങ്ങളോടൊക്കെയും താൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റിദ്ധരിക്കുകയായിരുന്നു തന്റെ വാക്കുകൾ എന്നതൊക്കെയാണ് ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാണിച്ചത്. കുറ്റബോധമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളും നോക്കുന്നുണ്ട്. ഡാനി ഇപ്പോൾ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഡാനി, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ആശുപത്രിയിലേക്ക് വൈകാതെ എത്തിച്ചേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ജനറൽ ആശുപത്രിയിൽ ഇവിടെ അതിനുവേണ്ടി ഒരു സജ്ജീകരണങ്ങളിലേക്കെല്ലാം കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസ് സംവിധാനമെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വൈകാതെ ഇവിടേക്ക് എത്തിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് ഇതുവരെയും ഇതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ജനറൽ ആശുപത്രി ഉള്ളത്, ജില്ലാ ജനറൽ ആശുപത്രി ഉള്ളത്. അതുകൊണ്ട് വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിക്കും. പക്ഷെ അവിടെ നിന്ന്
കോടതിയിൽ നിന്ന് ഇതുവരെയും താഴേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് കഴിയുന്നത്. കോടതിയിൽ നിന്ന് താഴെ എത്തിച്ചതിന് ശേഷം കൊണ്ട് ഇനിയിപ്പോൾ ജീപ്പ് പോലീസ് ജീപ്പിലാണോ അതോ ആംബുലൻസ് സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമോ എന്നതിൽ വ്യക്തതയില്ല. അതിനുശേഷം അപ്പോൾ ആ ഒരു സൗകര്യം ലഭ്യമായതിനു ശേഷം ഇവിടേക്ക് കൊണ്ടുവരും. ഇവിടെ ഡോക്ടർമാരെ പരിശോധിച്ചതിന് ശേഷം എന്താണ് ആരോഗ്യസ്ഥിതി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആശയവിനിമയം നടത്തും. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ നടത്തും. നാളെ ജില്ലാ